രാവിലെയാണ് ഞാൻ വിവരം അറിഞ്ഞത്. കോടതിയിൽ വന്നപ്പോൾ രവി ഇങ്ങോട്ട് പോന്നു. സത്യത്തിൽ എന്താണ് രവി ഉണ്ടായത്? അന്ന് നിന്നോട് ഞാൻ ആവുന്നത്ര പറഞ്ഞതാ. അപ്പൊ നീ പറഞ്ഞു നിനക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ. ഇപ്പൊ എന്തായി? ദേ പേപ്പറിലും വന്നിരിക്കുന്നു. ഇനി നാളാൻ ബാക്കിയില്ല. നീ അവനെ നന്നാക്കി എടുക്കുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എന്തായി? വ്യഭിചാര കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി. അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി. നിന്റെ തലയിലെടുത്ത് പോലെ നടക്കട്ടെ. പക്ഷെ ആ പട്ടി ഇനി ഞാൻ ഈ പടിക്കകത്ത് കയറ്റില്ല. കോടതിയിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തു? എന്തു ഞാൻ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. എല്ലാം ഇന്നലത്തേതോടുകൂടി തീർന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ്. നിരപരാധിയോ? കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ എന്നെ പറഞ്ഞു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വരന് തുല്യമായാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചത്. എന്നോടത് ചെയ്യാൻ ഇന്നും ഞാൻ പറയുന്നത് വേണ്ട. നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിരപരാധിയാണെന്നും നിങ്ങളുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിങ്ങൾ അബദ്ധത്തിൽ ചെന്നപ്പെട്ടതാണെന്നും ഒക്കെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. നിങ്ങളുടെ യഥാർത്ഥ രൂപം ഞാൻ ഇന്നലെ ആ ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് കണ്ടതാണ്. ഇനി മേലാൽ എന്റെ പേരും പറഞ്ഞ് ഇവിടെ വരരുത്. മുത്തച്ഛൻ മമ്മി ഒരുപാട് വഴക്ക് പറഞ്ഞു. ഡാഡിയുടെ കാര്യം ഇവിടെ പറഞ്ഞാൽ ഏതായാലും വരാനുള്ളതൊക്കെ വന്നു. കല്യാണം കഴിഞ്ഞ് അവക്കൊരു കുട്ടിയായി. ഇനിയും വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും രവിയെ വിളിച്ച് അവനോടൊപ്പം. അവൻ കൊലപാതകം ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ഞാൻ ചെന്നവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു. അതിന്റെ അന്തസ്സുണ്ട്. ഇതാണോ മാനോ അഭിമാനമുള്ളവർക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇനി അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം?
അധികം ആരും അറിയുന്നതിന് മുമ്പേ രവിയെ വിളിച്ചു വരുത്തി അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുന്നതിന് പകരം അവനെ ഇവിടെ നാട്ടി അയക്കുന്നത് പോലെയല്ലേ പറഞ്ഞയച്ചത്? ഓ, ഞാൻ അവന് വെഞ്ചാമരം വീശി സ്വീകരിക്കാവിടെ. ഇനി അവനെ ഞാൻ പഠിക്കാത്ത കയറ്റില്ല. പിന്നെയും പറഞ്ഞതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? മംഗലത്ത് തറവാട്ടുകാർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അവര് പറഞ്ഞതാ. നീ ഒറ്റ ഒരുത്തി അന്ന് നയഞ്ഞു കൊടുത്തുകൊണ്ടായി കല്യാണം നടന്നത്. ഇപ്പൊ അമ്മയ്ക്ക് മോക്കം തൃപ്തിയായല്ലോ. അനുഭവിക്കണേ, അനുഭവിക്ക. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതായാലും തൽക്കാലം അന്നത്തെ ചൂടിന് ഇന്ദു അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. വിഷമിക്കാതിരിക്കൂ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഗോപാല, ഈ ലീവ് ലെറ്റർ സൂപ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തേക്കൂ. ഇന്ദു, എന്താണ് ഇതെല്ലാം? എന്ത് സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് സലിമിന്റെ കൂട്ടുകാരനാണ്. സത്യം എന്തെന്നറിയാതെയാണ് ഇന്ദു സംസാരിക്കുന്നത്. ആ മനുഷ്യൻ സലിമിനെയും പറഞ്ഞു പറ്റിച്ചിരിക്കും. ഗോപി ആരാണെന്ന് സലിമിനറിയില്ല, എനിക്ക് നന്നായിട്ടറിയാം. രവി എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഇന്ദുവിനറിയാമോ? വേദനിക്കുന്നു. ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ തെരുവ് വേശ്യയോടൊപ്പം വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നേരിൽ കണ്ടുനിന്ന ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് സലീം ചോദിക്കാത്തത് എന്താ? എന്തു ഞാൻ പറയുന്നത്? സലീം, ആ മനുഷ്യന്റെ കാര്യം പറയാൻ വേണ്ടി ഇനി മേലിൽ എന്നെ കാണാൻ വരരുത്. അപ്പുകുട്ടാ, എന്തോ? ആ പെട്ടിയെന്നെടുത്ത് അകത്ത് വയ്ക്കൂ. ആ അങ്കിൾ. മോള് നേരത്തേക്ക് പോന്നോ? 20-ാം തീയതി വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ. പെട്ടെന്നാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത്. വിളിച്ചു പറയാൻ സമയം കിട്ടിയില്ല. അങ്കിൾ, എനിക്ക് ലെറ്റർ വല്ലതും ഉണ്ടോ? എല്ലാം ഓഫീസ് റൂമിലുണ്ട്. അതെ. മോളെ, ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. എപ്പോ? ഇന്നലെയും മിനിയാന്നും. എന്താ വിശേഷം അങ്കിൾ? മോളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ദുവും ഭർത്താവും തമ്മിൽ എന്തോ പിണക്കത്തിലാണെന്ന് പറയുന്ന കേട്ടു. കാര്യം ആകെ കുഴപ്പമാണ്. രവിയെ പോലീസ് പിടിച്ചെന്നോ അത് പേപ്പറിൽ വന്നെന്നോ മറ്റോ ആണ് കാര്യം. ഹലോ, ഞാൻ രജനിയാണ്. ഒന്ന് ഇന്ദുവിന് കൊടുക്കൂ. ഇല്ല, ഇന്ദു വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഓക്കെ, ഞാൻ വീട്ടിൽ വിളിച്ചോളാം. അവള് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെന്ന്. ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കാം. ഇന്ദു, അമ്മേ, അമ്മേ. മോള് വന്നോ? മോള് വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഉണ്ടായത്? പുറത്ത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മോളെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മോള് തന്നെ ഒരു പരിഹാരം കാണണം.
മോള് പറഞ്ഞാലേ ഇന്ദു അനുസരിക്കും. എന്താ കാര്യം എന്ന് പറയൂ, ഞാൻ എല്ലാം പറയാം. മോൾ അകത്തേക്ക് വാ.